ആത്മദാഹം തീരാൻ വേണ്ടിയാണ് വളരെ കഷ്ടപ്പെട്ട് ജനം ദൈവസന്നിധിയിൽ വന്നത്. അവർ ഉത്സവം കൂടുന്നു, പള്ളിപ്പരിപാടികളിൽ പങ്കെടുക്കുന്നു, പക്ഷേ അവരുടെ ഉള്ളിലെ ആത്മദാഹം തീർന്നിട്ടില്ല എന്ന് യേശു കണ്ടു. അതുകൊണ്ടാണ് കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെ അറിയാനുള്ള യഥാർത്ഥമായൊരു ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, എൻ്റെ അടുക്കൽ വന്ന് ധാരാളം ഈ ജീവജല നദി കുടിച്ചോളാൻ കർത്താവ് ആഹ്വാനം ചെയ്തു. എന്നിട്ട് ആ ജീവജലത്തെക്കുറിച്ച് ഒരു വിശദീകരണം കൂടി കർത്താവ് അവിടെ കൊടുത്തു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് യേശു പറഞ്ഞു. ജീവജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവാണെന്ന് അതിന് താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ ജീവജലമാകുന്ന ഉറവിടത്തിൽ നിന്നും എന്തൊഴുകുമെന്നാണ് യേശു പറഞ്ഞത്? നദികൾ ഒഴുകുമെന്നാണ്. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അഥവാ കർത്താവ് പറഞ്ഞ ജീവജലം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ആ ജീവജലത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്നത് ഒരു നദിയല്ല, നദികൾ ഒഴുകുമെന്നാണ്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരിലേക്ക്, ഈ ലോകത്തിലേക്ക് ഒഴുകി ഒഴുകി ചെല്ലുമെന്നാണ് യേശു പറഞ്ഞത്. ഇതാർക്കും പ്രാപിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള താല്പര്യമോ മനസ്സോ സമയമോ ആത്മാക്കൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ജീവജലത്തിൻ്റെ നദികൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന അനുഭവം നമുക്ക് കാണാൻ പറ്റാത്തത്. അത് കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കണ്ണും പൂട്ടി വിശ്വസിക്കണം, തിരുവെഴുത്തുകളെ വിശ്വസിക്കണം. എന്നാലാണ് ഈ നദികൾ ഒഴുകുന്ന അനുഭവം നമുക്ക് അനുഭവിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശു ഈ പറഞ്ഞ കാര്യം ബൈബിളിലെ മറ്റൊരു സ്ഥലത്ത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ വാക്യങ്ങൾ കൂടി വായിച്ചാലാണ് യേശു പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ദൈവം കിഴക്ക് ഒരു ഏദൻ തോട്ടം നിർമ്മിച്ചു. അതിൽ എല്ലാവിധത്തിലുള്ള മരങ്ങളും സസ്യങ്ങളും ദൈവം സൃഷ്ടിച്ചു. ആ ഏദൻ തോട്ടത്തെ നനപ്പാൻ ഏദനിൽ നിന്നും ജീവജലത്തിൻ്റെ ഒരു ഉറവിടം കർത്താവ് അവിടെ സൃഷ്ടിച്ചു. ആ ഉറവിടത്തിൽ നിന്നും അത് 4 ശാഖയായിട്ട് പിരിഞ്ഞെന്നാണ്. ആ ശാഖകളുടെ പേരുകളെല്ലാം ഇവിടെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശു തൻ്റെ അടുക്കലേക്ക് വന്ന ജനത്തോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ ഉള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉള്ളിലെ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ ഉള്ളിലേക്കാണ് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൻ്റെ ഉറവിടം ദൈവം നിക്ഷേപിക്കുന്നത്. ആ ഉറവിടത്തിൽ നിന്ന് നമ്മിൽ നിന്നും അത് 4 നദികളായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകുകയാണ്. അന്ന് ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു ഉറവ സൃഷ്ടിച്ചു. അതിൽ നിന്ന് 4 നദികൾ ഒഴുകിയതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമുക്കത് കാണാൻ കഴിയുന്നില്ല.
അത് മറയ്ക്കപ്പെട്ടൊരു വസ്തുതയാണ്. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളാകുന്ന ഏദൻ തോട്ടത്തിൽ ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉറവ തന്നിരിക്കുകയാണ്. ആ ഉറവയിൽ നിന്നും പുറപ്പെടുന്ന ആ 4 നദികളെക്കുറിച്ച്, അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ശാഖയായി ഒഴുകിയ ആ നദിയുടെ പേര് പീശോൻ എന്നാണ്. എന്താണ് ഈ പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം? പീശോൻ എന്ന വാക്കിന് 4 അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ പറയുന്നതിന് മുൻപ് ഞാനൊരു വാക്യം നിങ്ങളെ വായിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്കിപ്പോൾ വായിക്കാം. പീശോൻ എന്ന ആ നദിയുടെ പേരിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വാക്യത്തിൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം 4 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഇൻക്രീസ് എന്നാണ്. ഇൻക്രീസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വർദ്ധിക്കുക എന്നാണ്. ഓവർഫ്ലോയിങ്, ആ വാക്കിന്റെ അർത്ഥം നിറഞ്ഞു കവിഞ്ഞൊഴുകുക എന്നാണ്. മൂന്നാമത്തെ അർത്ഥം സ്പ്രെഡിങ് എന്നാണ്. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 4-ാമത്തെ അർത്ഥം ഫുൾനെസ് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം പരിപൂർണത കൊണ്ട് നിറഞ്ഞിരിക്കുക എന്നാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 10-10 യേശു പറഞ്ഞത് എന്താണ്? കള്ളൻ എന്ന് പറഞ്ഞാൽ സാത്താനാണ്, പിശാചാണ്, ദുഷ്ടനാണ്. അവനൊറ്റ ലക്ഷ്യമുള്ളൂ, ആത്മാക്കൾ, മനുഷ്യരെ, ദൈവജനത്തെ മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഇതാണ് അവന്റെ ജോലി. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ അധീനതയിൽ രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഈ ലോകവും അവന്റെ സ്വാധീന വലയത്തിൽ കിടക്കുന്നുകൊണ്ടാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കള്ളന്റെ ജോലി എന്താണ്? സാത്താന്റെ ജോലി എന്താണ്? അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, മോഷ്ടിക്കുക എന്നതാണ് പിശാചിന്റെ ജോലി. എന്നാൽ യേശു തന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് ജീവൻ നൽകാൻ. അപ്പോൾ നമുക്ക് എന്തില്ലായിരുന്നു? ദൈവത്തിന്റെ ജീവനിലായിരുന്നു. നമ്മുടെ മാനുഷികമായ ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിനെ സ്വീകരിച്ചതിലൂടെ ദൈവീക ജീവൻ, നിത്യജീവൻ നമുക്ക് ലഭിച്ചു. വെറുമൊരു ജീവൻ മാത്രമല്ല, കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നു, സമൃദ്ധിയായ ജീവൻ നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ജീവജലത്തിന്റെ ഒന്നാമത്തെ നദിയായിരിക്കുന്ന പീശോൻ ഒഴുകുന്നത് ഒരു സമൃദ്ധിയിലേക്കാണ്, ഒരു വർധനവിലേക്കാണ്, ഒരു നിറഞ്ഞു കവിയുന്ന ഒരു ഒഴുക്കിലേക്ക്, മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്ന ഒരു ഒഴുക്ക്, ഒരു പരിപൂർണത നൽകുന്ന ഒരു ഒഴുക്കിലേക്ക് ഈ നദി കടന്നു ചെല്ലുമെന്നാണ് ഈ നദിയുടെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം നമുക്കുണ്ടോ? ഇത് പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു വർധനവിന്റെ അനുഭവം, ഒരു വ്യാപനത്തിന്റെ അനുഭവം. യേശു പറഞ്ഞതുപോലെ, ഞാൻ ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും വന്നിരിക്കുന്നു. ഒരു സമൃദ്ധിയുടെ അനുഭവം. ആത്മികത്തിലും ഭൗതികത്തിലും ഒരുപോലെ സമൃദ്ധിയുടെ, ഒരു വിശാലതയുടെ, ഐശ്വര്യത്തിന്റെ അനുഭവത്തിലൂടെ നടത്തുക എന്നുള്ളതാണ് ഈ നദിയുടെ ജോലി. ഇത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം. അതല്ലേ എഫേസ്യർ എഴുതി പറയുന്നത്,
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജീവജലത്തിന്റെ ഈ സമൃദ്ധി നിറഞ്ഞു കവിയുന്ന ഒഴുക്കുള്ള ആ നദിയുടെ അനുഭവം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ തിരുവെഴുത്തുകളെ ആഴത്തിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ഈ ജീവജലത്തിന്റെ നദികൾ ഒഴുകുകയുള്ളൂ. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ, നമുക്ക് സംശയം മാത്രമാണ് ഉള്ളതെങ്കിൽ, നമുക്ക് തിരുവെഴുത്തുകളെ കണ്ണും പൊട്ടി വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ അനുഭവം ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. പ്രാപിക്കണമോ? വിശ്വസിക്കുക. അപ്പോൾ നമുക്കിതിന്റെ അനുഭവം മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കും. രണ്ടാമത്തെ നദി, അതിന്റെ പേര് ഗീഹോൻ എന്നാണ്. പേരൊക്കെ കേൾക്കാൻ നല്ല പേരാണ് അല്ലേ? പീശോൻ, ഗീഹോൻ. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ പേരിടാം. ഗീഹോൻ. അതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് നമ്മൾ വായിച്ച വാക്യം ആണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നാണ് റെഫറൻസ് വാക്യം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഗീഹോൻ എന്ന വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം ബേസ്റ്റിംഗ് ഫോർത്ത് എന്നാണ്, പൊട്ടിപ്പുറപ്പെടുക. രണ്ടാമത്തെ അർത്ഥം ടു ഗഷ് എന്നാണ്, പ്രളയമായിട്ടൊഴുകുക എന്നാണ്. മൂന്നാമത്തെ അർത്ഥം ബ്രേക്ക് ഔട്ട് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തീപിടുത്തമുണ്ടായി പൊട്ടിത്തെറിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ജലപ്രളയം നമ്മൾ കണ്ടതാണ് ഇല്ലേ? വലിയ അമ്പരചുംബികളായ വീടുകളുള്ളവർ പോലും വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് ഏതൊക്കെയോ സ്ഥലത്ത് പോയി കിടന്നു. അവര് ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരാണ്. അവര് ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി ചില ദിവസങ്ങൾ അലഞ്ഞു നടന്നു. വല്ലവരും കൊടുക്കുന്ന ഭക്ഷണവും വസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ ജീവിക്കേണ്ടി വന്നു. മാത്രമല്ല, കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലുണ്ട്, പക്ഷെ ഒരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. കാരണം പൊട്ടിപ്പുറപ്പെട്ട് വലിയ ജലപ്രളയമായിട്ട് വെള്ളം വന്നു. എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, തീപിടുത്തമുണ്ടായി പടക്ക കമ്പനികൾ പൊട്ടിത്തെറിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാർ മരിച്ചുപോയ വാർത്തകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ പടക്കക്കട പൊട്ടിത്തെറിക്കാൻ ഒരുപാട് തീയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ സ്പാർക്കിംഗ് മതി, അത് മൊത്തം കത്തിപ്പോവും. അതിലുള്ളവരെല്ലാവരും കത്തിച്ചാമ്പലാവും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ രണ്ടാമത്തെ നദിയാണ് ഗീഹോൻ. അത് നമ്മൾ വിശ്വസിക്കുവാൻ, ആ കർത്താവിനെ വിശ്വസിക്കുവാൻ, ആ ജീവജലത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ആത്മാവിൽ നിന്നും ഒരു വലിയ പ്രളയമായി കുത്തി ഒഴുകുന്നത് പോലെ ഈ ജീവജലത്തിന്റെ നദി നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണമിടയാകും. ഈ ഗീഹോൻ എന്ന നദി, ആ അനുഭവം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒഴുകാൻ തുടങ്ങിയാൽ അതിനെ തടഞ്ഞു വെക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. എത്ര വലിയ ദുഷ്ടശക്തികൾ ഇതിനെതിരായിട്ട് മുന്നിൽ നിന്നാലും ഈ ശക്തിയുടെ കുത്തിയൊഴുക്ക്, ഈ നദിയുടെ കുത്തിയൊഴുക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാൽ സർവ്വവിധ തടസ്സങ്ങളും ഒന്നുപോലും ശേഷിക്കാതെ അതിനെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. യേശുക്രിസ്തു ഉയർക്കാതിരിക്കാൻ വേണ്ടി 3 വിധ ശക്തികൾ ഒരുമിച്ച് ചേർന്നു. ഒന്നാമത്തെ ശക്തി സാത്താന്റെ ശക്തിയായിരുന്നു. രണ്ടാമത്തെ ശക്തി റോമൻ ഭരണകൂടമായിരുന്നു. മൂന്നാമത്തെ ശക്തി യഹൂദ മതമായിരുന്നു. ഈ 3 ശക്തികളും ഒരുമിച്ച് ചേർന്ന് യേശു ഒരിക്കലും ഉയർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്
അവർ വലിയൊരു കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തി, മാത്രമല്ല റോമൻ പടയാളികളെ ആ കല്ലറയ്ക്ക് മുമ്പിൽ കാവൽ നിർത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ നദി ഗീഹോൻ എന്ന നദിയുടെ ഒഴുക്ക് അവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ വലിയ ഭൂകമ്പമുണ്ടായി. ആ കല്ല് ദൈവദൂതന്മാർ ഉരുട്ടി മാറ്റി. പടയാളികൾ ഓടിപ്പോയി. റോമൻ ഇമ്പീരിയൽ മുദ്രകൾ തകർക്കപ്പെട്ടു. ജീവനായകനായ ക്രിസ്തു മരണത്തിൽ നിന്നും താൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അനുഭവം നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. എങ്ങനെ അത് സംഭവിച്ചു? ജീവജലമാകുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഗീഹോൻ എന്ന നദി ഒഴുകിയത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ളൊരു അനുഭവത്തിലൂടെ സാത്താൻ നമ്മുടെ പല നന്മകളെ തടഞ്ഞുകൊണ്ട് നമ്മൾ പുരോഗതിയിലേക്ക് നയിക്കില്ല, അനുഗ്രഹത്തിലേക്ക് നയിക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ച് തടസ്സപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ അവൻ നിന്നുകൊള്ളട്ടെ. നാം വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ, ഈ കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായാൽ, ഈ പകൽക്കാലം പറയട്ടെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഈ ജീവജലത്തിന്റെ ഗീഹോൻ എന്ന നദി ഒഴുകുവാൻ തുടങ്ങിയാൽ ഒരു സാത്താനും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല, ഒരു രോഗത്തിനും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല, ഒരു ശാപത്തിനും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല, ഒരു കഷ്ടതയ്ക്കും നമ്മളെ തോൽപ്പിക്കാനായി കഴിയില്ല. അതാണ് ഈ ശക്തിയുടെ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് കാണുവാനായി കഴിയുകയുള്ളൂ. മൂന്നാമത്തെ നദിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നദിയുടെ പേരാണ് ഹിദ്ദേക്കൽ. നല്ല പേരല്ലേ, ഹിദ്ദേക്കൽ. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മൂന്നാമത്തെ നദിയുടെ പേരാണ് ഹിദ്ദേക്കൽ. ഈ വാക്കിന് 4 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം റാപ്പിഡ് എന്നാണ്, വേഗത്തിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ മൂർച്ചയേറിയത് എന്ന വാക്കിന്റെ അർത്ഥം. മൂന്നാമതിൻ്റെ അർത്ഥം സ്വിഫ്റ്റ്, അതിവേഗതയിൽ ഓടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നാലാമത്തെ അർത്ഥം ഡാർട്ടിങ്, പാഞ്ഞോടിച്ചെല്ലുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ നമ്മളൊരു റെഫറൻസ് വാക്യമായി വായിച്ചത് ദൈവവചനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. എബ്രായ ലേഖനത്തിൽ ആ വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഹിദ്ദേക്കൽ എന്ന നദിയുടെ പ്രത്യേകത, ഇത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ മുറിയാത്തതെല്ലാം മുറിയും. ചില ആളുകൾ എത്രയൊക്കെ സുവിശേഷം പറഞ്ഞാലും അവർക്കൊരു മാറ്റമില്ല. എന്ത് പ്രസംഗം കേട്ടാലും അവർക്കൊരു മാറ്റമില്ല. അവര് കേൾക്കും. പക്ഷേ ഹിദ്ദേക്കൽ എന്ന നദിയുടെ ഒഴുക്കങ്ങ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവജനത്തിന്റെ ശക്തി. ഈ അനുഭവം വ്യാപരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കാൻ തുടങ്ങും. ഇതിനു മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. നമ്മുടെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും എന്തെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടോ പറയുന്നുണ്ടോ, ഇതെല്ലാം ഒരു തുറന്ന പുസ്തകമായി നമ്മുടെ മുമ്പിൽ കാണിക്കും. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ ആ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇത് എന്നോട് ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ മുറിയാത്ത കമ്പുകൾ മുറിയപ്പെടും. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശക്തിയുടെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടും. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ ഹിദ്ദേക്കൽ എന്ന നദി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ദൈവവചനം അതിവേഗതയിൽ ഓടിച്ചെന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന്,
നാശങ്ങളിൽ നിന്ന്, കുഴികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സുഖപ്പെടുത്തി നമ്മളെ ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേൽ നിർത്തും. അതാണ് ഈ നദിയുടെ പ്രത്യേകത. പലപ്പോഴും നമ്മളൊന്നും ഇത് അനുഭവിക്കുന്നില്ല, ഇതറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അറിയാൻ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വിശ്വസിക്കണം. ഇങ്ങനെയൊക്കെ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. അതെനിക്ക് പ്രാപിക്കാൻ കഴിയണമെന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, ഇന്ന് ഞാൻ പകൽക്കാലം പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരാണ്. അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവം നമ്മൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അസാധാരണ വീര്യപ്രവൃത്തികൾ നമ്മുടെ കരങ്ങളിലൂടെ ഈ ലോകത്ത് നടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. യേശു ഒരിക്കൽ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കരങ്ങളിലൂടെ യേശു ചെയ്തതിലും വലിയ പ്രവൃത്തികൾ വെളിപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ച കാണുവാനിടയാകും. ആകയാൽ യേശു പറഞ്ഞതുപോലെ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നാലാമത്തെ നദിയുടെ പേര് യൂഫ്രട്ടീസ് എന്നാണ്, അഥവാ ഫ്രാത്ത്. യൂഫ്രട്ടീസ് അല്ലെങ്കിൽ ഫ്രാത്ത് എന്നാണ്. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ ഫ്രാത്ത് എന്ന നദിക്ക് 3 അർത്ഥങ്ങളുണ്ട്. 1-ാമത്തെ അർത്ഥം ഫ്രൂട്ട്ഫുൾ എന്നാണ്, ഫലസമൃദ്ധമായത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 2-ാമത്തെ അർത്ഥം സ്വീറ്റ് വാട്ടർ എന്നാണ്, മധുരമുള്ള ജലാശയം എന്നാണ്. 3-ാമത്തെ അർത്ഥം അബണ്ടൻസ്, സമൃദ്ധി എന്ന വാക്കാണ്. അപ്പൊ ജീവജലത്തിന്റെ 4-ാമത്തെ നദിയായിരിക്കുന്ന ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ് നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴുകാൻ തുടങ്ങിയാൽ നമുക്കും മറ്റുള്ളവർക്കും എന്തുണ്ടാകും? ഒരു ഫലസമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകും, ഒരു സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകും. അതാണ് ഇവിടെ 1-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അവൻ ആരാണവൻ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ. അവൻ ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ. അവൻ എവിടെയാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പൊ ഫ്രാത്ത് എന്ന നദി വ്യാപരിച്ചു കഴിഞ്ഞാൽ അവൻ, ആ വിശ്വസിക്കുന്നവൻ, അവൻ എവിടെ ആയിരിക്കും? ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഇലവാടാത്ത സമൃദ്ധി നിറഞ്ഞ ഫലങ്ങളുള്ള ഒരു വൃക്ഷത്തെ പോലെ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീക ജീവിതം ഒരു ഫലസമൃദ്ധമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാധാരണ നമ്മൾ പറയാറുണ്ട്, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. അങ്ങനെ ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു സമൃദ്ധിയിലേക്ക് നമ്മൾ വരണം, ഒരു പുഷ്ടിയുള്ള അനുഭവം നമുക്കുണ്ടാകണം. അത് ലഭ്യമാകണമെങ്കിൽ ഈ നദി ഒന്ന് ഒഴുകിയേ പറ്റൂ. ആ നദി ഒഴുകണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. തിരുവെഴുത്തുകളെ വിശ്വസിച്ചേ പറ്റൂ, യേശുവിനെ വിശ്വസിച്ചേ പറ്റൂ. ഇങ്ങനെ 4 നദികളുണ്ട്. അത് എന്നിലൂടെ ഒഴുകും. അത് എനിക്ക് ഗുണമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ളവരിലേക്കും, എൻ്റെ അയൽവക്കക്കാരിലേക്കും, എൻ്റെ സുഹൃത്തുക്കളിലേക്കും, എൻ്റെ രക്തബന്ധങ്ങളിലേക്കും, എൻ്റെ സഭയിലുള്ളവരിലേക്കും, മറ്റു മനുഷ്യരിലേക്കും ഈ അനുഗ്രഹങ്ങൾ 4 നദിയായി ഒഴുകും. അതിന് ഞാൻ ചെയ്യേണ്ടത് വിശ്വസിക്കുക എന്നുള്ളത് ധർമ്മമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രയോജനം നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും. അതാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ ഈ 4 നദികൾ ഒഴുകുമെന്ന് യേശു പറഞ്ഞത്. ഈ 4 നദികളുടെ ഒഴുക്കിന്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ.
അതിനായി നമ്മൾ സമർപ്പിച്ചു കൊടുക്കാം.